ഹായ് ഹലോ, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കുറച്ച് സിമ്പിൾ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 1 kg ടോൾ കേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. ഗ്രേപ്പ് വയലറ്റ് വെച്ചിട്ട് ഞാനിതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം ചെറിയ സ്റ്റിക്ക് വെച്ചിട്ട് ലൈൻസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലൈൻസ് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഫ്ലവേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലൈൻസ് നമ്മളിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ സ്റ്റെം രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോള് കൊടുക്കുക. എന്നിട്ട് അതിൽ കളർ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കളർ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ ബഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ചെറിയ നോസിൽ കിട്ടുകയാണെങ്കിൽ ചെറിയ നോസിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഈ ഒരു ഡെക്കറേഷന്. പിന്നെ പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ചെയ്തത് കുറച്ച് വലിയ ഹോൾസ് ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നി കേട്ടോ. അപ്പോൾ അത് ഡെക്കറേഷൻ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയ പോലെ തോന്നണുണ്ട്. അങ്ങനെ ഇത് ഈ സ്റ്റെമ്മിന് ഇടയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഫ്ലവേഴ്സ് കൊടുക്കണുണ്ട്. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചില ഭാഗത്തായിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് യെല്ലോ ഷെയ്ഡ് കൂടി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലീഫും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ഫ്രിഡ്ജിൽ വെച്ചു. അതിൻ്റെ ശേഷം ഞാനിവിടെ 1 kg ബട്ടർ സ്കോച്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഈ ഒരു കേക്ക് അതിൻ്റെ നോർമൽ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് സ്റ്റോർ ഇട്ട സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചു ഇതിന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഡ്രിപ്പ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു ലുക്കിലുള്ള ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുമ്പോൾ ഗണേഷാണ് കേട്ടോ യൂസ് ചെയ്യല്. വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിൽ കളർ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒഴിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അതുപോലെ ഒലിച്ചിറങ്ങണ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും ഒരുപോലെ ആവില്ല. ചില സമയങ്ങളിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒലിച്ചിറങ്ങി താഴോട്ട് പോകാറുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഇതുപോലെ പ്രളയനും പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ ഒരു 1 kg ഹാർട്ട് ഷേപ്പിലുള്ള കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് റൗണ്ട് ഷേപ്പിൽ കേക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റീല് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതുപോലെ ഷോർട്ട്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് കേക്കാണ്. അപ്പോൾ 1 kg വന്നിട്ടുള്ള ഒരു കേക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അത് ഹാർട്ട് ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞു. പിന്നെ അതൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് സ്ട്രോബെറി ഇഷ്ടമായതുകൊണ്ട് സ്ട്രോബെറി കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിങ്ക് കളർ കേക്കിനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി അതിൽ വെക്കണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ സീസൺ ടൈമിൽ മാത്രമേ സ്ട്രോബെറി കിട്ടുള്ളൂ. പിന്നെ മാളിലൊക്കെ പോയി കഴിഞ്ഞാലും വല്ലപ്പോഴും കിട്ടിയാൽ കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും അത്ര വലിയ ടൗണൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പോൾ എപ്പോഴും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും കിട്ടണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ ഒരു ഡെക്കറേഷൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണ്ടൻ ഡെക്കറേഷനൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ക്രീമിൽ തന്നെ ഈ ഒരു സ്ട്രോബെറി വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരച്ച് അതിൽ ചെറിയ ഡോട്ട്സ് കൊടുത്തു. പിന്നെ അതുപോലെ ലീഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ആ ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം അവർക്ക് ആ ഒരു കേക്കിൽ തന്നെ ഫ്ലവേഴ്സും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിവിടെ ഒരു 2 ടയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 kg 2 kg അല്ല 1.5 kg വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വൈകിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് കൊടുക്കാനുള്ളത്. മറ്റേ കേക്ക് 3 കേക്കും രാവിലെ ഡെലിവറിക്ക് ഉള്ളതാണ്. വന്ന് കളക്ട് ചെയ്യണവരുണ്ട്, കൊണ്ടുപോയി കൊടുക്കേണ്ടതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫൈനൽ കോട്ടിങ്ങും സ്റ്റാക്കിങ്ങും എല്ലാം ചെയ്ത് വെക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ കേക്ക് ക്ലാസ് നടക്കണതുകൊണ്ട് പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷനൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം റെഡിയായ കേക്കുകളൊക്കെ ഞാനിവിടെ ഫോട്ടോസ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ കൊടുന്ന് വെക്കുകയാണ്. പിന്നെ അതിന് ശേഷം കസ്റ്റമർ വരുമ്പോൾ കൊടുക്കുക. അതുപോലെ ഡെലിവറി ടൈമിൽ ഡെലിവറി ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നമുക്ക് ക്ലാസ് നടക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസൊക്കെ വീട്ടിൽ തന്നെ ചെയ്യും. പിന്നെ വീട്ടിൽ ചെയ്യാന്ന് വെച്ചാൽ അവർ വരുന്നതിൻ്റെ മുന്നായിട്ട് സ്പഞ്ച് ചെയ്യും. പിന്നെ അവരെ കൊണ്ട് നമ്മളൊരു സ്പഞ്ച് ചെയ്യിക്കും. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറി കിട്ടാനൊക്കെ ടൈം പോണതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ സ്പഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതുപോലെ എടുത്തിട്ട് ഐസിങ് ചെയ്ത് കാണിച്ചു കൊടുക്കാനല്ലേ ഉള്ളൂ.
അപ്പോൾ ഇതാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാസ്റ്റർ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ക്ലാസ് എടുക്കുക, ഒന്നിച്ച് ഒരുപാട് പേർക്ക് എടുക്കാറില്ല. അപ്പോൾ ഈ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു കേക്കിനും കസ്റ്റമർ വരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫോണ്ടൻ ഡെക്കറേഷൻസൊക്കെ വെച്ചിട്ട് ആ ഒരു കേക്കും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഡെക്കറേഷൻസും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസാണ് കേട്ടോ. ഈ ഒരു കേക്കിൽ വന്നിട്ടുള്ളത് 2 ടയറാണ്. അപ്പോൾ 5 ഇഞ്ചിലും 7 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക്, ഡോണറ്റ്, സിക്കിള്, പോപ്സി 4 ഐറ്റംസും 4 എണ്ണം വെച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് എന്താണ് പറയുക, അതിനിടയ്ക്ക് തന്നെ പോയിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേക്ക് ഓരോന്നായിട്ട് കുട്ടി ചെയ്യണുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഓർഡർ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കമൻറ്റായിട്ട് കുറേ പേര് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, അല്ല അതിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ സിമ്പിൾ ഡെക്കറേഷൻസ് എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്